ലേഖനം പറയുന്നു, ഈ ജനം സ്വാഭാവിക ബുദ്ധിയിൽ തങ്ങൾ ഗ്രഹിക്കാത്തതിനെ എല്ലാം കയറി അങ്ങ് ദൂഷിക്കുന്നു. അത് വലിയ അപകടത്തിലേക്ക് കടന്നു വരുന്നത്. എന്തുവാണ് യഥാർത്ഥം സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ ക്ലാസ് എടുക്കും. എല്ലാറ്റിലുപരി ദൈവത്തിൻ്റെ മനസ്സ് നാം മനസ്സിലാക്കി അത് പ്രവർത്തിക്കുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ഈ ദിവസം നമ്മൾ ഒരുക്കും. ഇവിടെ ഇത് കാണുമ്പോൾ ഒരു സന്ദേശം നിങ്ങൾ ആദ്യം പറയാം. പഞ്ചാബ് ബൈബിൾ കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങിയപ്പോൾ ആദ്യം പല സംഭവങ്ങളുണ്ട്. ഒരു സഹോദരിക്ക് ഭൂതം ഇളകുകയാണ്. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല. സാധാരണ കറങ്ങിട്ട് കുറച്ച് ഇറങ്ങുന്ന കറങ്ങിക്കോട്ടെ എന്നുള്ള ചിന്തയിലുണ്ടായിരുന്നു. മാത്രമല്ല, സാധാരണ ദേവദാസന്മാരും അതോടൊപ്പം ഞാനും തന്നെ എനിക്ക് ഇങ്ങനെ ഒരു മനസ്സുണ്ട്. കാരണം കുറച്ച് നേരം നിങ്ങൾക്ക് ഇത് കിടന്ന് ഇളകിക്കഴിഞ്ഞാൽ ഇവിടെ സ്തുതിക്കാത്തവരൊക്കെ സ്തുതിച്ചോളുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ചു നേരം അനുവദിച്ചതാണ്. ഞാൻ വീണ്ടും പ്രസംഗത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ എന്നെ ദൈവം ഒന്ന് മനസ്സിലാക്കി, പിശാചിനെ അനുവദിക്കരുത്. പിശാചിനെ അനുവദിച്ചാൽ അവൻ നിന്റെ പലതും തകർക്കും. വന്ന് ആ പിശാച് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോയി. കറങ്ങി 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 വന്ന് ലാപ്ടോപ്പ് ഇതുപോലെ ടേബിളിൽ ഇരിക്കുകയായിരുന്നു. ഒരു ഒറ്റ അടി അടിച്ചു. ഇതിനിട്ട് തെറിച്ചു പോയി. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കൈ ഉപയോഗിച്ചു. ഇത് പറന്നുപോയി. ഇവിടെ നിന്ന് കയറി പിടിക്കുവാനിടയായി. പക്ഷെ പിടിച്ച സമയത്ത് എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ 4 കീസ് പോയി. 2 എണ്ണം കിട്ടി. ബാക്കി 2 എണ്ണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ ഇല്ല, കാലിയാണ്. കാരണം എന്താണെന്നറിയാം, ഇതെനിക്ക് സന്ദേശം കർത്താവ് തന്നതാ. പിശാചിൻ്റെ പ്രവൃത്തിയെ ഒരു നിമിഷം പോലും അനുവദിക്കരുത്. നമ്മുടെ ജീവിതത്തിലും പിശാചിൻ്റെ പ്രവൃത്തികൾ ഒരു നിമിഷം പോലും വീട്ടിലോ ചർച്ചിലോ മറ്റെവിടെയും അനുവദിക്കരുത്. അനുവദിച്ചാൽ അവൻ നമ്മുടെ പലതും ഇത് ഭൗതികമായി നശിപ്പിച്ചു, ആത്മീയമായി നശിപ്പിക്കും, കുടുംബ സമാധാനം നശിപ്പിക്കും, കുടുംബ ബന്ധം നശിപ്പിക്കും, കുഞ്ഞുങ്ങളുടേതായ ആരോഗ്യം നശിപ്പിക്കും, പലത് നശിപ്പിക്കുവാനിടയാവും. പല സന്ദേശങ്ങളും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനിടയുണ്ട്. നമുക്ക് ജസ്റ്റ് കണ്ടുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ആ ശക്തി നമുക്കൊന്ന് കണ്ടുകൊണ്ട്, കാരണം പ്രസംഗിക്കാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവരാജ്യം വെറും വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാവും, വചനം പ്രസംഗിച്ച് മാത്രം അവസാനിപ്പിക്കുകയല്ല, ഒരു സ്ത്രീ അവിടെ കിടന്ന് കറങ്ങുന്ന രംഗമാണ് കാണുന്നത്. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. സൈഡിലാണ് ലാപ്ടോപ്പ് അടിച്ചു കളയാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് വരികയാണ്. അടിച്ചു. ക്യാമറ സമയത്ത് വന്നില്ല. അടിച്ചു കളഞ്ഞു. ലാപ്ടോപ്പ് ടേബിളിൽ നിന്ന് പോയി.
അപ്പുറത്ത് എൻ്റെ കൈ വന്ന് പിടിക്കുകയാണ്. പിടിച്ചു, മുകളിലേക്ക് കൊണ്ടുവരുന്നു. ഒട്ടും സമയം വൈകുന്നില്ല. കഴിഞ്ഞു. അവരുടെ ആ ഭൂതം അവളെ അസഹത്തിൽ വിട്ടുമാറുവാനിടയായി. ദൈവത്തിന്റെ ആത്മാവിന്റെ തീ ഇറങ്ങുന്ന ഓരോ ഭാഗങ്ങളും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെയുള്ള ഓരോ ഇവാഞ്ചലിസ്റ്റാണ്, പഠിപ്പിക്കുന്നവരും ഇവാഞ്ചലിസ്റ്റ് സ്റ്റുഡൻസുമാണ്. ഈ സഹോദരന് കാലിന് ബലമില്ല. രണ്ടുപേരും അപ്പുറം അപ്പുറം തൂക്കി പിടിച്ചാൽ അത് നടക്കാൻ പറ്റും. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, ഞങ്ങളുടെ മനുഷ്യമായ കഴിവുകൊണ്ട് ഈ വ്യക്തി ഒരിക്കലും നടക്കത്തില്ല. ആദ്യം നമ്മളുടെ ഒന്നുമില്ലായ്മയെ സമ്മതിക്കുകയാണ്. സ്തോത്രം. അങ്ങ് തൊട്ടിട്ടല്ലാതെ ഈ വ്യക്തി നടക്കുകയില്ല. തുടർന്ന് പറയുന്നത്, ദൈവവചനത്തിലൊരു ഭാഗമുണ്ട് ദൈവരായത്തിലെ, ഭൂമി രണ്ടുപേർ ചേർന്ന് ചോദിക്കുന്ന ഏതൊരു കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. ഞാനും അവിടുത്തെ പ്രൊഫസറാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അദ്ദേഹം ഒരുമിച്ച് കരം ചേർത്ത് പിടിച്ച് ഇപ്പോൾ ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. According to thy word, two of you will be agree for anything. The heaven will grant that. Now we agree for these things, and we are applying these things before the court of kingdom. प्रभु आपके वचन की जो व्यवस्था है उसके आधार पर बात के लिए सहमत हो जाए तो ऐसा ही हो जाते हैं। और प्रभु जिस व्यक्ति के लिए हम सहमत हैं, अब अपनी महिमा प्रकट करें। And by the name of Jesus Christ of Nazareth, Amen. Amen. Heal his body and heal from head to feet. Let the power of God flow in this person, and for the glory of God, be healed. പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇവിടെ സൈഡിൽ ഒരു എല്ല് പൊങ്ങി നിൽക്കുന്നത് കാണാം. പ്രാർത്ഥിക്കുന്നത് be healed. Yes, restore his body, restore his be restored. ആ ഭാഗത്താണ് റീസ്റ്റോർ എന്ന് പറയുന്നത്. Amen. And let the anointing, let the power of the Holy Spirit flow. Let the power of the Holy Spirit flow. Let the power of the Holy, let the power of the Holy. Thank you. Thank you. Thank you. Thank you. Thank you. Amen. Everything you have for thy glory. Amen. In Jesus. Hallelujah. Start to walk a little bit. Hello. അദ്ദേഹത്തോട് നടക്കുവാനായിട്ട് പറയുകയാണ്. കാലിന് ബലം കിട്ടുന്നില്ല, പക്ഷെ ഇപ്പൊ ദൈവശക്തി ആ കാലിലേക്ക് കടന്നു വരാൻ തുടങ്ങും. കാലിന് ബലം വന്നു തുടങ്ങി. ആള് ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. ഇനി നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്പീഡ് കൂടും. ഓരോ നിമിഷവും സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. സ്പീഡായി. സ്പീഡ് കൂടി തുടങ്ങി വീണ്ടും.
വീണ്ടും സ്പീഡ് കൂടുകയാണ്. അവിടുത്തെ ജനത്തിന് സന്തോഷമായി. ശ്രദ്ധിക്കുക പ്രിയരെ, ഇനി എന്തൊരു എളുപ്പമാ, ഈ വ്യക്തിയെ കണ്ട അനേകർ അവിടെ കർത്താവിലേക്ക് വരും. ശരിയല്ലേ? ശരിയല്ലേ? ഇതാ നമ്മുടെ കർത്താവ് പറഞ്ഞ് പ്രസംഗിക്കുക മാത്രമല്ല, യു ഷുഡ് ഡെമോൺസ്ട്രേറ്റ് ദ കിങ്ഡം. കിങ്ഡം പ്രദർശിപ്പിക്കണം. ദൈവരാജ്യം വെറും വചനത്തിൽ മാത്രമല്ല, ശക്തിയിൽ എത്രയാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ തീ ഇറങ്ങുന്ന രംഗം അവിടെ കാണാം. ഇവര് 3 ദിവസം ഉപവാസത്തോടുകൂടി കടന്നു വന്ന വ്യക്തികളാണ് ഓർമ്മയുള്ളത്. അവിടെ പലരും പ്രാർത്ഥിച്ച് 3 ദിവസം ഉപവാസത്തോട് കടന്നു. ഓരോ ദേവദാസന്മാരാണ്. ആത്മാവിന്റെ അഗ്നി ഇറങ്ങുന്ന രംഗമാണ് കാണുന്നത്. ശ്രദ്ധിക്കുക, ഇനി ആ ദേവദാസന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ ഗിഫ്റ്റുകൾ അവരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അവരുടെ ജീവിതത്തിൽ അഭിഷേക ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എപ്പോഴാണ് ശക്തി ലഭിക്കുന്നത്? ഉന്നതത്തിന് ശക്തി ലഭിക്കുന്നത് വരെ യെരൂശലേം വിട്ട് പോകരുത്. ശക്തി ലഭിച്ചാൽ പോകാം. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്നാ കിട്ടും? ശക്തി കിട്ടും. സ്തോത്രം. ശക്തി കിട്ടിയാൽ പോകാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ നിങ്ങളെ ആത്മാവ് കൊണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടും തീ കൊണ്ടും അഭിഷേകം ചെയ്യും. തീ കൊണ്ടുള്ള അഭിഷേകം നമ്മുടെ മേൽ ആവശ്യമാണ്. സ്തോത്രം. ഇവിടെ ഒരു ആത്മാവ് വന്നാൽ, ഇവിടെ ഒരു തീ വന്നാൽ നിങ്ങൾക്ക് ഏത് കാണാൻ പറ്റും? ആത്മാവിനെ കാണാൻ പറ്റുമോ? തീയെ മാത്രമേ കാണാൻ പറ്റൂ. തീയുടെ അഭിഷേകം നമ്മുടെ മേലായാൽ പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം കാഴ്ചപ്പെടുന്നത്.